2 ടീസ്പൂൺ ഓട്സ് കയ്യിലുണ്ടെങ്കിൽ നോമ്പ് തുറക്കുന്ന സമയത്തും ഈ ഒരു പൊള്ളുന്ന ചൂടിലൊക്കെ നമ്മുടെയൊക്കെ ശരീരവും മനസ്സും ഒരുപോലെ കൂളാക്കാനും കൂടെ ദാഹവും വിശപ്പൊക്കെ മാറാൻ പറ്റിയ നല്ലൊരു ഹെൽത്തി ഡ്രിങ്കാണ് കേട്ടോ ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു ബൗളെടുത്ത് അതിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഓട്സ് ചേർത്ത് കൊടുക്കാം. ഏകദേശം ഒരു 2 ടീസ്പൂൺ ഓട്സ് എടുക്കുകയാണെങ്കിൽ ഒരു 3 വലിയ ഗ്ലാസ്സിനുള്ള ഡ്രിങ്ക് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞാനിതാ അത്യാവശ്യത്തിനുള്ള ഓട്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഫ്രൂട്ട്സ് ഒന്നുമില്ല എന്ന് കരുതിയിട്ട് നോമ്പ് തുറക്കുന്ന സമയത്ത് ഡ്രിങ്ക്സ് ഒന്നും റെഡിയാക്കാതിരിക്കണ്ട. ഇത് നല്ല ഹെൽത്തിയാണ്. ഇതിൽ നമ്മൾ ഒട്ടും പഞ്ചസാര ചേർക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഷുഗറുള്ള ആൾക്കാർക്കും പ്രഷറുള്ള ആൾക്കാർക്കും ഡയറ്റൊക്കെ നോക്കുന്നവർക്കൊക്കെ ഇത് ഒത്തിരി ഹെൽപ്ഫുള്ളാണ്. ഞാൻ ഇന്ന് എടുത്തിട്ടുള്ള ഓട്സ് മിക്സഡാണ് കേട്ടോ. ഇതിൽ ഫ്ലെക്സീഡ് ഉണ്ട്, റാഗി ഉണ്ട്, ഓട്സ് അങ്ങനെ എല്ലാം കൂടിയിട്ടാണ്. നിങ്ങൾക്ക് നല്ല വൈറ്റ് കളറുള്ള നോർമലായിട്ടുള്ള ഓട്സും ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് ഓട്സ് ഒന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലോട്ട് 1.5 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് വെള്ളം നന്നായിട്ട് തിളക്കുമ്പോൾ ഇതിലോട്ട് നമുക്ക് ഓട്സ് ചേർത്ത് കൊടുക്കാം. ഓട്സ് വേവിച്ചിട്ടാട്ടോ നമ്മൾ ഈ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കുന്നത്. അപ്പോഴാണ് ഇതൊന്നുകൂടി ടേസ്റ്റി ആവണതും. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുക എന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്ക് ഒന്ന് തരണേ. നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും നിങ്ങളാരും മറക്കരുത്. എന്നൊന്നും നമുക്ക് ഫ്രൂട്ട്സ് കൊണ്ടുവരാൻ പറ്റില്ല, പ്രത്യേകിച്ച് പൊള്ളുന്ന വിലയാണല്ലേ. ഈ ഒരു വിലയൊക്കെ പിടിച്ച സമയത്തും നമ്മുടെയൊക്കെ വീട്ടിൽ കുഞ്ഞു മക്കൾ നോമ്പൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ അവർക്ക് എന്തായാലും ഇതുപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ജ്യൂസൊക്കെ വേണ്ടി വരും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, തീർച്ചയായിട്ടും ചെയ്ത് നോക്കുക. കുട്ടികളെയൊന്നും മുഷിപ്പിക്കാത്ത രീതിയിലും രുചിയിലുമാണ് ഈ ഒരു അടിപൊളി ജ്യൂസ്. റാഗിയൊക്കെ ഓട്സൊക്കെ നന്നായിട്ടങ്ങ് വെന്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു കളർ വേറൊന്നുമല്ല, ഞാൻ പറഞ്ഞ പോലെ ഫ്ലെക്സീഡ് ഉണ്ട്, അതുപോലെ തന്നെ റാഗിയും ഒക്കെ ഉള്ളതുകൊണ്ടാണ് കേട്ടോ ചെറിയൊരു ബ്രൗൺ കളറായിട്ടുള്ളത്. നിങ്ങൾ പ്ലെയിൻ ആയിട്ടുള്ള ഓട്സ് എടുത്ത് റെഡിയാക്കിയാൽ മതി. അപ്പോൾ നല്ല കളറോട് കൂടിയിട്ട് നമ്മളെ ഡ്രിങ്ക് കിട്ടും ചെയ്യും. ഇനി ഇത് നന്നായിട്ടൊന്ന് ചൂടാറട്ടെ. ചൂടാറിയതിന് ശേഷം ഇത് നമുക്ക് മിക്സിയുടെ ജാറിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. എളുപ്പം ഉണ്ടാക്കാനും പറ്റും കേട്ടോ ഇത്. ഇനിയിപ്പോൾ റമദാൻ കഴിഞ്ഞാലും രാവിലത്തെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. അതുപോലെ ചൂടല്ലേ, ഈ ചൂടത്തൊക്കെ നല്ലൊരു അടിപൊളി ഡ്രിങ്കാണ്. പിന്നെ ഇതിലോട്ട് നമ്മളൊരു 3-4 ഏലക്ക, ഒരു 5-6 അണ്ടിപ്പരിപ്പ് ചേർക്കുന്നുണ്ട്. മധുരത്തിന് ആവശ്യത്തിന് ഒരു 4 ഈന്തപ്പഴമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് നന്നായിട്ട് തണുപ്പിച്ചെടുത്തിട്ടുള്ള പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. പാൽ നന്നായിട്ട് തിളപ്പിച്ചാറിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുക്കുന്നതാണ്. അതല്ലെങ്കിൽ ഐസ് ക്യൂബ് ആക്കി എടുത്താലും എന്ത് ജ്യൂസ് അടിക്കുന്ന സമയത്ത് നമ്മളതിലേക്ക് ഇടുമ്പോൾ നല്ല തിക്കായിട്ട് തന്നെ നമ്മുടെ ജ്യൂസ് നമുക്ക് കിട്ടും. അപ്പോൾ അത് നല്ല ഫൈനായിട്ട് ഇതൊന്ന് അടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിൽ നമ്മുടെ ഫ്ലെക്സീഡും ഈന്തപ്പഴമൊക്കെ ചേർത്തുകൊണ്ടാണ് കേട്ടോ ചെറിയൊരു കളറിന് വ്യത്യാസം. പക്ഷേ നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഒരൊറ്റ തവണ ഇത് റെഡിയാക്കി നോക്കുകയാണെങ്കിൽ ഇനിയൊന്നും നമ്മൾ ഇതന്നെ റെഡിയാക്കുള്ളൂ. അത്രക്കും രുചിയാണ്, ഹെൽത്തി അല്ലേ. കുറച്ച് ഐസ് ക്യൂബും കൂടി നമ്മൾ ഇതിലൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് തണുപ്പിച്ച് കഴിക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെയൊക്കെ വീടുകളിൽ ഷുഗറുള്ള അമ്മമാരും ഒക്കെ നോമ്പ് പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഈ നോമ്പ് തുറക്കുന്ന സമയത്ത് ഫ്രൂട്ട്സ് കൊണ്ടുള്ള ജ്യൂസൊക്കെ കഴിക്കുമ്പോഴേക്കും അവർക്ക് ഷുഗറിൻ്റെ അളവ് കൂടുക, ക്ഷീണം കൂടുക, അങ്ങനെയുള്ള പ്രോബ്ലംസൊക്കെ ഉണ്ടാവും. നമ്മൾ വാട്ടർമെലൺ കുഴപ്പമില്ല, ബാക്കിയുള്ളതിലൊക്കെ നമുക്ക് പഞ്ചസാര ചേർക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഇതുപോലെയുള്ള ഹെൽത്തി ആയിട്ടുള്ള ജ്യൂസൊക്കെ അവർക്ക് റെഡിയാക്കി കൊടുക്കുക. അവർക്ക് മാത്രമല്ല കേട്ടോ, എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമാവും ചെയ്യും. നല്ല ടേസ്റ്റും ഉണ്ട്, ആരോഗ്യത്തിനും നല്ലതാണ്. ഇനി നമുക്കിത് ജഗ്ഗിലോട്ടൊന്ന് മാറ്റിയിട്ട് ഗ്ലാസ്സിലൊന്ന് സേവ് ചെയ്തെടുക്കാം. അതിൽ അത്യാവശ്യം നല്ല കട്ടിയോട് കൂടിയിട്ടാട്ടോ നമുക്കിത് കിട്ടിയിട്ടുള്ളത്. ഇനിയിപ്പോൾ എത്ര കട്ടി നിങ്ങൾക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി പാല് ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് ലൂസാക്കി എടുക്കാം. ഞാൻ കുറച്ച് ഐസ് ക്യൂബൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്.
അതുപോലെ തന്നെ ഇതിലോട്ട് നമുക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്തിട്ട് കൊടുക്കുകയാണെങ്കിൽ ഫ്രൂട്ട്സ് കയ്യിലുള്ളവർക്ക് ചേർത്ത് കൊടുക്കട്ടോ. ഏതെങ്കിലും ഇനിയിപ്പോൾ ചെറിയ പഴങ്ങളോ എന്തെങ്കിലുമൊക്കെ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ചെറുതായിട്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ നല്ലതാണ്. കുറച്ച് ഗാർണിഷിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ബദാം ഒന്ന് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് ചേർക്കുന്നുണ്ട്. നല്ല തിക്കായിട്ടുള്ളൊരു ഡ്രിങ്കാണ് കേട്ടോ ഇത്. നല്ല ടേസ്റ്റ് ഉണ്ട് ഇത് കുടിക്കാനായിട്ട്. ഒരൊറ്റ തവണയെങ്കിലും ഇതൊന്ന് ചെയ്ത് നോക്കണം. ഇനിയിപ്പോൾ നോമ്പ് തുറന്ന് കഴിഞ്ഞാലും ഭയങ്കര ക്ഷീണമായിരിക്കും അല്ലേ. അപ്പോൾ ആ ഒരു സമയത്തൊക്കെ ഇത് നമുക്ക് കുടിക്കാം. ക്ഷീണം മാറാനും ഒക്കെ വളരെ നല്ലത് തന്നെയാണ്. നല്ല തണുപ്പുണ്ട് കേട്ടോ. നമ്മൾ ഐസ് ക്യൂബ് ഇട്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് നല്ല തണുപ്പുണ്ട്. എൻ്റെ പൊന്നോ, നോമ്പ് തുറക്കുന്ന സമയത്ത് ഇതൊരു ഗ്ലാസ് മതിയാവും നമുക്ക് വയറൊന്ന് ഫില്ലാവാനായിട്ട്. ഇപ്പോൾ വെയിറ്റൊക്കെ കുറയാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഓട്സ് വെച്ചിട്ട് ഈ ഒരു ഡ്രിങ്കൊക്കെ ഒന്ന് റെഡിയാക്കി നോക്കണേ. സംഭവം ഏതായാലും അടിപൊളിയാണ്. കാണുന്ന പോലെ തന്നെ കുടിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മളിതിൽ മധുരത്തിന് ആവശ്യത്തിന് ഈന്തപ്പഴമാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ കുട്ടികൾക്കൊന്നും മധുരം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പഞ്ചസാര ഇച്ചിരി കൂടി ചേർക്കാം കേട്ടോ. മുതിർന്നവർക്ക് ഈ ഒരു മധുരം ഓക്കെ ആയിരിക്കും. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഓൾ എന്നുള്ളൊരു ഓപ്ഷൻ നോക്കി കൊടുക്കാനും ആരും മറക്കല്ലേ. ബാക്കിയുള്ളത് നമ്മൾ കുറച്ച് ബദാമൊക്കെ ഒന്ന് ക്രഷ് ചെയ്തിട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ നോമ്പ് തുറക്ക് ഓട്സ് കയ്യിലുണ്ടെങ്കിൽ ഇത് തന്നെ റെഡിയാക്കി നോക്കിയിട്ട് എന്തായാലും നിങ്ങൾ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണേ. അപ്പോൾ ഇന്ന് നമ്മുടെ ഈ ഒരു കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ. പോകുന്നതിന് മുന്നേ എല്ലാവരും നമ്മുടെ ഈ ഒരു വീഡിയോ നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എല്ലാവരും കാണട്ടെ, എല്ലാവരും ഈ ഒരു ഹെൽത്തി ഡ്രിങ്ക് കുടിക്കട്ടെ. കണ്ടോ, നല്ല തിക്കാണ് കേട്ടോ. നല്ല തണുപ്പിച്ചിട്ട് കഴിക്കാനായിട്ട് നോക്കണേ. ഇൻഷാ അല്ലാഹ് നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരാം. എല്ലാവരോടും അസ്സലാമു അലൈക്കും.